കോട്ടയത്തെ ആദ്യകാല തിയേറ്ററുകളിൽ ഒന്നായിരുന്ന രാജ്മഹൽ ഓർമ്മകളുടെ തിരശ്ശീലയിൽ മറഞ്ഞു. പുതിയ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതോടെയാണ് തിയേറ്റർ അടച്ചുപൂട്ടിയത്. തിയേറ്റർ ഇരുന്ന സ്ഥലം സ്വകാര്യ ആശുപത്രി ഗ്രൂപ്പ് വിലയ്ക്ക് വാങ്ങി. രാജ്മഹൽ തിയേറ്റർ ഇല്ലാതാകുമ്പോൾ തലമുറകളെ സിനിമയോട് അടുപ്പിച്ച സങ്കേതമാണ് അന്യമാവുന്നത്. ഒരു കാലത്ത് കോട്ടയത്തെ ചലച്ചിത്ര പ്രേമികളുടെ ഇഷ്ടകേന്ദ്രമായിരുന്നു രാജ്മഹൽ തിയേറ്റർ. തിരുനക്കര തെക്കേനട മേച്ചേരി മഠത്തിലെ മഹാദേവ അയ്യർ ഭാര്യ രാജ്യത്തിൻ്റെ പേരിൽ പണികഴിപ്പിച്ചതായിരുന്നു ഈ സിനിമ തിയേറ്റർ. 1947 ഇവിടെ സിനിമാ പ്രദർശനം തുടങ്ങുന്നത്. ആദ്യകാലത്ത് തമിഴ് സിനിമകൾ മാത്രമായിരുന്നു പ്രദർശനം. പിന്നീട് മറ്റു ഭാഷാചിത്രങ്ങളും പ്രദർശിപ്പിച്ചു തുടങ്ങി. 83 കാലഘട്ടത്തിൽ കോട്ടയത്തെ ആശ അനുപമ തിയേറ്ററുകളുടെ ഉടമസ്ഥരായ സെൻട്രൽ പിക്ചേഴ്സ് തിയേറ്റർ പണിതവരിൽ നിന്നും വിലയ്ക്ക് വാങ്ങി അക്കാലത്തെ സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കി തിയേറ്റർ നവീകരിച്ചു. അനശ്വര എന്ന പേരിലാക്കി മാറ്റി. DTS ശബ്ദ സംവിധാനങ്ങളും ഇൻറ്റീരിയറുകളും ചെയ്ത് തിയേറ്റർ നവീകരിച്ചു പോന്നിരുന്നു. ഒരു കാലത്ത് സിനിമ തുടങ്ങുന്നതിന് മുൻപ് ഉച്ചഭാഷിണിയിലൂടെ വയ്ക്കുന്ന പാട്ടുകൾ കേൾക്കാൻ വരെ ആളുകൾ തിയേറ്ററിന് മുന്നിൽ തടിച്ചുകൂടുമായിരുന്നു. രാജ്മഹലിലെ വരുന്ന മലയാള സിനിമകളും തമിഴ് സിനിമകളും ആ കാലഘട്ടത്തിൽ ഞങ്ങളെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഫലമായിരുന്നു. സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം തന്നെ ആദ്യത്തെ ഷോയ്ക്ക് തന്നെ എത്തിച്ചേരുക എന്ന് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും കാലഘട്ടത്തിൽ ഞാൻ അതിന് മുന്നോട്ട് വരികയും ആ സിനിമകൾ കാണുകയും ചെയ്ത് ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുന്നു. വർഷങ്ങളായി കോട്ടയം ഫിലിം ഫെസ്റ്റിവലിൻ്റെ പേര് അനശ്വര എന്നറിയപ്പെടുന്ന രാജ്മഹൽ തിയേറ്ററായിരുന്നു. കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ അതിജീവിക്കാനാവാതെ തിയേറ്റർ നഷ്ടത്തിലായപ്പോൾ സമീപത്തെ സ്വകാര്യ ആശുപത്രി ഗ്രൂപ്പ് തിയേറ്റർ ഇരുന്ന സ്ഥലം വില കൊടുത്തു വാങ്ങി. തിയേറ്റർ പൊളിച്ച് ആശുപത്രിയുടെ പ്രവേശന കവാടം ഇതുവഴി ഒരുക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. തിയേറ്റർ അടച്ചുപൂട്ടിയതോടെ കോട്ടയത്തിൻ്റെ സിനിമാ ചരിത്രത്തിലെ ഒരു അധ്യായമാണ് അവസാനിക്കുന്നത്. അമൃത ന്യൂസ്, കോട്ടയം.